ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്നത്തെ ഭജന കൊച്ചു കൊച്ചു നാമങ്ങൾ ഞാൻ എഴുതി വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ എന്നും ഞാൻ ചൊല്ലും. ആ നാമങ്ങളാണ് ഇപ്പോൾ എല്ലാം എടുത്ത് ചൊല്ലുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഹൃദയശുദ്ധി വരാനും ആത്മാവിൽ നിറഞ്ഞു വരണമെങ്കിൽ എപ്പോഴും ഭക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിനാണ് ഇതൊക്കെ ചൊല്ലുന്നത്. ഇന്ന് ഞാൻ എഴുതിയ കൊച്ചു കൊച്ചു നാമങ്ങൾ തന്നെ ഇന്ന് നമുക്ക് ചൊല്ലാം. ശ്രീകൃഷ്ണനാമം ജപി മനമേ, ശ്രീരാമനാമം ജപി മനമേ. നമ്മുടെ മനസ്സിനോടാ പറയുന്നത്. മനമേ പ്രാർത്ഥിക്കൂ. എങ്ങോട്ട് ഇറങ്ങി ഓടിച്ചാടി വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകാതെ പരമാത്മാവിനെ ലയിച്ചിരുന്ന് പ്രാർത്ഥിക്കൂ മനസ്സേ. അതങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി തന്നെ ഈ നാമം അറിഞ്ഞ് ചൊല്ലുമ്പോൾ നമുക്ക് അത്രത്തോളം ഭഗവാന്റെ കൃപ ഇങ്ങോട്ട് വരും. അപ്പോൾ ആ മനമേ, നീ എങ്ങും പോകാതെ പരമാത്മത്തിനെ ലയിച്ച് അവിടെ നിന്ന് ഇരിക്കുക, അടങ്ങിയിരിക്കുക. മനമേ, നീ പ്രാർത്ഥിക്കൂ. ശ്രീകൃഷ്ണനാമം ജപി മനമേ, ശ്രീരാമനാമം ജപി മനമേ, ജപി മനമേ നാമം ജപി മനമേ, ജപി മനമേ നാമം ജപി മനമേ. ശ്രീകൃഷ്ണനാമം ശ്രീരാമനാമം ഹരിനാമകീർത്തനം ജപി മനമേ. മാനസം ശുദ്ധി വരും കാമക്രോധങ്ങൾ നീങ്ങും, മാനസം ശുദ്ധി വരും കാമക്രോധങ്ങൾ നീങ്ങും, കാമക്രോധങ്ങൾ നീങ്ങും ഭക്തിയും താനേ വരും, കാമക്രോധങ്ങൾ നീങ്ങും ഭക്തിയും താനേ വരും, ഭക്തിയും താനേ വരും ചിത്തവും ഒടുങ്ങിയിടും, ഭക്തിയും താനേ വരും ചിത്തവും ഒടുങ്ങിയിടും, ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ, ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. ശ്രീകൃഷ്ണനാമം ജപി മനമേ, ശ്രീരാമനാമം ജപി മനമേ, ജപി മനമേ നാമം ജപി മനമേ, ജപി മനമേ നാമം ജപി മനമേ. ശ്രീരാമനാമം ശ്രീകൃഷ്ണനാമം ജപി മനമേ. മാനസം ശുദ്ധി വരും കാമക്രോധങ്ങൾ നീങ്ങും, മാനസം ശുദ്ധി വരും കാമക്രോധങ്ങൾ നീങ്ങും, കാമക്രോധങ്ങൾ നീങ്ങും ഭക്തിയും താനേ വരും, കാമക്രോധങ്ങൾ നീങ്ങും ഭക്തിയും താനേ വരും, ഭക്തിയും താനേ വരും ചിത്തവും ഒടുങ്ങിയിടും, ഭക്തിയും താനേ വരും ചിത്തവും ഒടുങ്ങിയിടും, ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ, ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ, ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സ് ആ പരനിൽ പരൻ തങ്ങച്ച പരമാത്മാവിൽ പരൻ അവിടേക്ക് ലയിക്കുക. നമ്മളിത് ഒരുപാട് നേരം ചൊല്ലുക. ഇത് എനിക്ക് തോന്നേരം ചെല്ലാൻ സമയം പോകത്തില്ല, അതുകൊണ്ട് കുറച്ചല്ലേ ചൊല്ലും. ഞാനിത് ഒരുപാട് വട്ടം ചൊല്ലി അങ്ങനെ ചൊല്ലിയാണ് നമുക്കുള്ള ഹൃദയമൊക്കെ ശുദ്ധിയാവുകയും ഈശ്വരൻ ലയിക്കാൻ പറ്റുകയും. ഇഷ്ടം പോലെ ആരാധിക്കണം നമ്മൾ. പരമാത്മാവിൽ ചേർന്നിരിക്കാൻ അത്രത്തോളം നമ്മൾ ചേർന്ന് തന്നെ ഇരുന്നിരുന്ന് അങ്ങനെയാണ് ഇങ്ങനെ ആയി വരുന്നത്. നമുക്ക് അതുകൊണ്ട് ഇത് തോനേ നേരം ചൊല്ലണം, ആ ലയം കിട്ടുന്നതുവരെ ചൊല്ലണം. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ ചൊല്ലുന്നതാ. ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ വരും ഓരോ നാമങ്ങൾ ഇങ്ങനെ തന്നെ എഴുതും. നമുക്കിനി അടുത്തൊരു നാമം ചൊല്ലാം.
ഇങ്ങനെ നാമം ചൊല്ലി നമ്മുടെ ഉള്ളിലെ ശക്തി, അതാ കുണ്ഡലിനി ശക്തി എന്ന് നമുക്ക് എല്ലാവരും പറയുന്നു, ഞാനും പറയുന്നു. അതായത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അത്രത്തോളം ഉണർവ് വരുമ്പോഴാണ് ആ ശക്തി സ്വരൂപിണി, ജീവസ്വരൂപിണി അവിടെ നിന്ന് ഇങ്ങനെ അതൊരു പ്രത്യേകത ഉള്ള അനുഭവമാണ് അതിനകത്ത് പറയുന്നത്. ആ ശക്തി സ്വരൂപിണി ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്തുക. എങ്ങനെ നമ്മൾ ആത്മാവിൽ ലയം ഇങ്ങനെ വരുമ്പോഴേ അത് ഉണരുന്നത്, ഏതൊരു ഗ്രന്ഥിയുടെയാണ് അതിനിങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ആനന്ദം അനുഭവിക്കാൻ പറ്റൂ. അത് ലയമാണ്. ലയത്തിന് അങ്ങനെ ആത്മാവിൽ ലയിച്ച് വരുന്നതിനാണത് പറയുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ കുണ്ഡലിനി ശക്തി ഉണർത്താൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്നിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? വിശ്വേശ്വരി ജീവസ്വരൂപിണിയല്ലയോ ദേവി പരാശക്തി, ആനന്ദരൂപിണിയും. അത് അനുഭവത്തിൽ നമ്മൾ പുളകാങ്കിണി, നമ്മൾ സർവാംഗം പുളകിതയാകും. എന്നിട്ടോ എങ്ങനെ ഇതാകേണ്ടത്? നമ്മളെ കെട്ടുകളെല്ലാം അറുത്ത് കളയണം. വേണ്ടാത്ത ചിന്തകൾ, കാമം, ക്രോധം, ലോഭ, മോഹ, മത, മാത്സര്യ, ഡംബ്, അഹങ്കാരങ്ങൾ, അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള കുറേ കെട്ടുകളുണ്ട്. ഈ കെട്ടെല്ലാം അറുത്ത് മമത ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ, സർവത്തിൽ നിന്നുള്ള വിരമിക്കണം. ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം നമ്മൾ മാറണം. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഈ ആനന്ദം, അതിൽ കൂടെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും. ഈ ചിന്തയെല്ലാം അതിൽ നിന്ന് പോകുമ്പോൾ ഈ ലോക ചിന്തകളെല്ലാം മാറ്റി വെച്ചെങ്കിലേ നമുക്ക് പരമാത്മ ലയിക്കാൻ പറ്റും. അതുകൊണ്ട് കെട്ടുകൾ എട്ടും അറുക്കൂ ദേവി. അമ്മ വിചാരിച്ചാൽ നമ്മൾ കെട്ടുകളെല്ലാം പോകും. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം, ഈ ദുഷിച്ചതെല്ലാം നമ്മുടെ ഉള്ളിൽ, കാരണം ഈ ലോക ജീവിതം അങ്ങനെയാണല്ലോ. അപ്പോൾ പരമാത്മാവിൽ ലയിക്കാൻ നമുക്ക് ഇതൊക്കെ മാറ്റണം. അപ്പോൾ അമ്മയോടത് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മ നമ്മളെ സഹായിക്കും. ദേവി പരംപിതാവായ, ഇത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഏകമാണ്. പരാശക്തി എന്ന് പറഞ്ഞാലും പരംപിതാവ് എന്ന് പറഞ്ഞാലും, നമ്മൾ കൃഷ്ണ ഭഗവാനെ എന്ന് പറഞ്ഞാലും ആ ഭഗവാനോട് പറഞ്ഞാൽ, കൃഷ്ണ എൻ്റെ ഈ വേണ്ടാത്ത ചിന്തകളെല്ലാം എൻ്റെ നിന്ന് പോകണമേ, എനിക്ക് നല്ല വാശി വൈരാഗ്യം തരണമേ, അണ്ടർഗോൻ്റെ പദം കൂടി തുച്ഛമായി കണ്ടുകൊള്ളാൻ പരമാത്മാവിനെ എനിക്ക് കാണണം ഭഗവാനെ, അതിനു വേണ്ടുന്ന കൃപ തരാൻ ഇതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി തരണമേ, ഈ അഴുക്കായ മാലിന്യങ്ങളെല്ലാം പോക്കണമേ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമുക്ക് അതിന് വേണ്ടുന്ന പോംവഴി കണ്ടു തരും. അങ്ങനെയാണ് നമ്മുടെ ആ അമൃത സ്വരൂപം, ആ അമൃതവർഷിണി നമ്മളിലുണ്ട്. അതിങ്ങനെ അതായത് പ്രപഞ്ചത്തിൽ തന്നെ നമ്മൾക്കിതെല്ലാം ഉണ്ട്, നമുക്ക് ആവാഹിച്ചെടുക്കാം. ഇത് പ്രാർത്ഥന കൂടി ഇതെല്ലാം നമുക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ നാമമാണ്. അതും ഞാൻ തന്നെ 40-40 വയസ്സുള്ളപ്പോൾ ഇങ്ങനെ എഴുതി ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. ആരും തന്നെ അങ്ങ് തോന്നിക്കുന്ന ഇതൊക്കെ ഇങ്ങനെയൊക്കെ എനിക്ക് എത്രമാത്രം നാമം ചൊല്ലിയാലും എനിക്ക് മുഴുക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ആയിരിക്കും ഇങ്ങനെ കിട്ടിയത്. എന്നിങ്ങനെ കുഞ്ഞു നാമങ്ങളായാലും അത് എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട്, കാരണം എനിക്ക് അത്രയും മതി. അതുകൊണ്ടാണ് നമുക്കത് ചൊല്ലാം. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂല പ്രകൃതി ചിന്മയി. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂല പ്രകൃതി ചിന്മയി. വിശ്വേശ്വരി മൂല പ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി. വിശ്വേശ്വരി മൂല പ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂല പ്രകൃതി ചിന്മയി. വിശ്വേശ്വരി മൂല പ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി. കെട്ടുകളെട്ടുമറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ. കെട്ടുകളെട്ടുമറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ. ആധാരമാറും കടക്കൂ അമൃതവർഷിണി പൊഴിക്കൂ. ബ്രഹ്മസോതയിൽ ലയിക്കൂ, ബ്രഹ്മാനന്ദത്തിൽ ലയിക്കൂ. കെട്ടുകളെട്ടുമറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ. ആധാരമാറും കടക്കൂ അമൃതവർഷിണി പൊഴിക്കൂ. ബ്രഹ്മസോതയിൽ ലയിക്കൂ, ബ്രഹ്മാനന്ദത്തിൽ ലയിക്കൂ. ശൂന്യം. നമുക്ക് ഭഗവാൻ കൃഷ്ണനെ, നമുക്ക് കണ്ണനെ ഓടിവാ ഓടിവാ കുഴലൂതിവാ കണ്ണ,
പാലട പഴവും ശർക്കര മുന്തിരി ഇതൊക്കെ ആ കാലത്ത് ഇപ്പോഴും അത് തന്നെയാണ്. എന്ത് കിട്ടിയാലും കൊടുക്കും ഭഗവാൻ. അന്ന് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും കൃഷ്ണ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. എന്നിട്ട് എന്താ പറയുക, അന്നത്തെ കാലത്ത് നമുക്ക് ആഗ്രഹിക്കാതിരിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഭീതിയെ കൊണ്ട് ഭയം അകറ്റണം, ഭീതി അകറ്റണമേ, ദുഃഖം അകറ്റണമേ, രോഗശൈലി നമ്മൾക്ക് വല്ലാതെയും വയ്യാതെയും വയസ്സുകാലത്ത് ഇപ്പം അങ്ങനെ ചിന്തിക്കത്തില്ല. രോഗം വന്ന് കിടക്കുമെന്ന് ചിന്തിക്കത്തേ ഇല്ല. പക്ഷെ ആ കാലം ഒരു 42 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഭഗവാനെ കൃഷ്ണ നാരായണ വയ്യാതെ കിടക്കുമ്പോൾ എൻ്റെ അടുക്ക ഇരിക്കണേ, അരികിലിരിക്കണമേ. എന്നിട്ടോ വിശപ്പ് ആരും വല്ലതും തരാൻ കാണൂ. മക്കളൊക്കെ മക്കളുടെ പാട് നോക്കി പോകുമ്പോൾ നമുക്ക് ആരാ ഉള്ളത്. അതുകൊണ്ട് പൈതാഹത്താൽ വലയുമ്പോൾ ദാഹവും വിശപ്പൊക്കെ വരുമ്പോൾ ഭഗവാനെ വിശപ്പ് അടക്കി തരണമേ. ദാഹം ആരും പണ്ടൊക്കെ നമുക്കറിയാം, ഓരോ വയ്യാത്തവർ കിടന്നാൽ ഒരു ഉള്ളി വെള്ളം കൊടുക്കാൻ ആളില്ലാതെ ഉണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ വിശപ്പടക്കണമേ, ദാഹമകറ്റണമേ, രക്ഷകനാകണമേ, എനിക്കെപ്പോഴും ഭഗവാൻ രക്ഷയായിട്ട് നിൽക്കണമേ. പിന്നെ നമുക്ക് ഒടുക്കം മരണം വരുമല്ലോ, എപ്പോഴായാലും ജനിച്ചാൽ മരിക്കുമല്ലോ. മരണം വന്ന് വിളിക്കുമ്പോൾ ഭഗവാനെ എനിക്ക് പേടിയാവാതിരിക്കാൻ പറയാം. മരണം വന്ന് വിളിക്കുമ്പോൾ എന്നെ നീ തന്നെ കൊണ്ടുപോകണമേ. എന്നെ നീ കൊണ്ടുപോകാൻ എങ്ങനെ വരണം, ആനന്ദബ്രഹ്മമായി ഓടക്കുള്ളിൽ ഊതി വരണേന്ന്. അത് നമുക്ക് ഭയം ഉണ്ടാകത്തില്ലല്ലോ. അന്നത്തെ കാലത്ത് ഇതൊക്കെ ഭയങ്കര ഭയമുള്ളവർക്ക് സമയമാണ്. അറിയത്തില്ല, എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അത് വിശന്നും ദാഹിച്ചും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ വലഞ്ഞ് കിടക്കും ആരോരും ഇല്ലാതെ. അപ്പോഴൊക്കെ ഭഗവാനെ ദാഹമൊക്കെ അകറ്റാൻ അവിടെ നിന്ന് തരണമേ. ഇതൊക്കെ അന്നത്തെ കാലം. അല്ല, കൊച്ചുങ്ങൾ എങ്ങനെ പറയാം, അതുപോലൊക്കെ തന്നെയാണ്. അതൊക്കെ ഈ ബുക്കിൽ കിടപ്പുണ്ട്. ഇന്നുള്ള മക്കൾക്ക് ഇത് ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ആവശ്യമില്ലെന്ന് ഇപ്പം ഞാൻ ഒന്നും ചിന്തിക്കാറില്ല. വരുന്നത് വെച്ച് കാണുന്ന പോലെ ഒന്നും ചിന്തിക്കാറില്ല. നാളെ എങ്ങനെയുള്ള ചിന്ത എനിക്കില്ല. ഇന്നത്തെ കാര്യം കഴിഞ്ഞു കൊടുക്കുക, നാളെ വരുമ്പോഴാവട്ടെ. അങ്ങനെ അങ്ങ് ആയി. എല്ലാത്തിൽ നിന്നും വിരമിച്ച ഇപ്പം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനിത് പാടാം. ഓടിവാ ഓടിവാ കുഴലൂതിവാ കണ്ണാ, പാലട പഴവും ശർക്കര മുന്തിരി കൽക്കണ്ടം നൽകാം. ഓടിവാ ഓടിവാ കുഴലൂതിവാ കണ്ണാ, പാലട പഴവും ശർക്കര മുന്തിരി കൽക്കണ്ടം നൽകാം. ഭീതി അകറ്റണമേ കൃഷ്ണ, ദുഃഖമകറ്റണമേ. ഭീതി അകറ്റണമേ കണ്ണാ, ദുഃഖമകറ്റണമേ. രോഗശയ്യയിലാകുമ്പോൾ അരികിലിരിക്കണമേ. രോഗശയ്യയിലാകുമ്പോൾ അരികിലിരിക്കണമേ. ആരും കാണത്തില്ല മക്കളെ, എല്ലാവരും തള്ളിക്കളയും. അന്നേരം ആരും കാണില്ല. ഭഗവാനെ നമ്മളിപ്പോഴേ പിടിച്ചോണം. ആ സമയത്ത് ഒരു ആശ്വാസം തരാൻ പരമാത്മാവല്ലാതെ മറ്റാരും കാണത്തില്ല. അതുകൊണ്ട് ഭീതി അകറ്റണമേ. നമുക്ക് ഭയം ഉണ്ടാവരുത്. എല്ലാവർക്കും ഇങ്ങനെ ഈശ്വരനെ അറിയാത്ത എല്ലാവരും ഭയക്കും മരണത്തിന്. അപ്പം നമുക്കങ്ങനെ ഉണ്ടാവരുതേ. ഭഗവാനെ എപ്പോഴും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണം, ഭഗവാനെ കൃഷ്ണ. അപ്പം നമുക്ക് ആ സമയത്തിന് ഭയം ഉണ്ടാവത്തില്ല. അന്നൊന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഭഗവാനെ എൻ്റെ ഭീതി അകറ്റണമേ, എനിക്ക് മരണത്തിന് ഭഗവാൻ എന്നോടൊപ്പം ഇരിക്കണമേ. ഭയക്കാതിരിക്കാനും അത് വയ്യാതിരിക്കുമ്പോൾ ഭഗവാൻ താങ്ങും തണലുമായി. നമ്മൾ ഒറ്റയ്ക്കൊക്കെ അല്ലേ ഉള്ളു, അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണമേ. അതുപോലെ തന്നെ വിശപ്പും ദാഹവും വരുമ്പോൾ അവിടുന്ന് എനിക്ക് എല്ലാം തന്ന് രക്ഷിക്കണമേ. ആരെങ്കിലും അന്നേരം ഒരു വഴി അങ്ങനെയൊക്കെ വയ്യാന്നപ്പോൾ എനിക്ക് ഈ അയലത്തുള്ള ആ കൊച്ച് ഇല്ലെങ്കിൽ രാമാനന്ദ അവരല്ലേ എനിക്ക് കഞ്ഞി അതൊക്കെ കൊണ്ടു തരുന്നത്. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ എനിക്കങ്ങനെ കിട്ടിയത്. ഇത് അതിനുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഈ പേസ് മേക്കറൊക്കെ വെച്ചപ്പം എനിക്ക് ആരാ അങ്ങനെ എല്ലാവരും ഓരോ വിഷമങ്ങൾ ചിലപ്പോൾ എനിക്ക് അയൽവക്കത്തുള്ളവർ തന്നെയാണ് എനിക്കെല്ലാം തരുന്നത്, പിള്ളേരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. ഭീതി അകറ്റണമേ കണ്ണാ, ദുഃഖമകറ്റണമേ. രോഗശയ്യയിലാകുമ്പോൾ അരികിലിരിക്കണമേ. രോഗശയ്യയിലാകുമ്പോൾ അരികിലിരിക്കണമേ. ഓടിവാ ഓടിവാ കുഴലൂതിവാ കണ്ണാ, പാലട പഴവും ശർക്കര മുന്തിരി കൽക്കണ്ടും നൽകാം. ഭീതി അകറ്റണമേ കണ്ണാ, ദുഃഖമകറ്റണമേ. രോഗശയ്യയിലാകുമ്പോൾ അരികിലിരിക്കണമേ. രോഗശയ്യയിലാകുമ്പോൾ അരികിലിരിക്കണമേ. ഓടിവാ ഓടിവാ കുഴലൂതിവാ കണ്ണാ, പാലട പഴവും ശർക്കര മുന്തിരി കൽക്കണ്ടം നൽകാം. പൈതാഹത്താൽ വലയുമ്പോൾ വിശപ്പടക്കണമേ. ദാഹമകറ്റണമേ കണ്ണാ, രക്ഷകനാകണമേ. പൈതാഹത്താൽ വലയുമ്പോൾ വിശപ്പടക്കണമേ. ദാഹമകറ്റണമേ കണ്ണാ, രക്ഷകനാകണമേ. ഓടിവാ ഓടിവാ കുഴലൂതിവാ കണ്ണാ, പാലട പഴവും ശർക്കര മുന്തിരി കൽക്കണ്ടം നൽകാം.
മരണം വന്നു വിളിക്കുമ്പോൾ എന്നെ നീ കൊണ്ടുപോകാൻ, മരണം വന്നു വിളിക്കുമ്പോൾ എന്നെ നീ കൊണ്ടുപോകാൻ, ആനന്ദ ബ്രഹ്മമായി ഓടക്കുഴലൂതിവായോ, ആനന്ദ ബ്രഹ്മമായി ഓടക്കുഴലൂതിവായ്. മരണം വന്നു വിളിക്കുമ്പോൾ എന്നെ നീ കൊണ്ടുപോകാൻ, ആനന്ദ ബ്രഹ്മമായി ഓടക്കുഴലൂതിവായോ. ഓടിവാ ഓടിവാ കുഴലൂതിവാ കണ്ണാ, പാലട പഴവും ശർക്കര മുന്തിരി കൽക്കണ്ടം നൽകാം, പാലട പഴവും ശർക്കര മുന്തിരി കൽക്കണ്ടം നൽകാം. എനിക്ക് അന്നൊക്കെ അത് എപ്പോഴും ഞാൻ ചൊല്ലുമായിരുന്നു മക്കളെ. അത് നമുക്ക് എല്ലാവർക്കും അത് ചൊല്ലാം, ഇപ്പോഴും ചൊല്ലാം, എനിക്കും എപ്പോഴും ചൊല്ലാം. കാരണം നമുക്കുള്ള അവസ്ഥ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കത്തില്ല എന്ന് വെച്ചാൽ ഞാൻ ഒന്നും അങ്ങനെ ചിന്തിക്കാറില്ല, ഒന്നും ഭഗവാനോട് പറയാറില്ല. ഇപ്പം ചിന്ത എന്താ, മക്കൾക്കൊക്കെ ഇതൊക്കെ തരണം എന്നുള്ള ചിന്തയാവുള്ളത്. എല്ലാവരും അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഭഗവാനെ പാടി 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 ഹരിനാമ മന്ത്രമൊക്കെ ഇങ്ങനെ ഓംകാര മന്ത്രം വെച്ചാൽ ഓം നമ ശിവായ, ഓം നമോ നാരായണ, ഇതൊക്കെ ഒരുപാട് ഞങ്ങൾ 108 വട്ടമൊക്കെ ഓം നമോ നാരായണ എന്നൊക്കെ ചൊല്ലുമായിരുന്നു. ഇപ്പോഴൊന്നും ചെല്ലുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ 3 സഹസ്രനാമവും ചൊല്ലുമായിരുന്നു. എന്നും എപ്പോഴും എനിക്കിതൊക്കെ ആയിരുന്നു ജോലി. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ഇങ്ങനെ എല്ലാത്തിലും ആനന്ദമായിട്ട് ഇനി ഇരിക്കുന്നു. അപ്പോൾ നമ്മളെന്താ വിജ്ഞാനം, അതിനാൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയതാ, അരുണ കിരണാവലി ചിന്തി ഒഴുകണം നമ്മളിലേക്ക്, അകം പുറം പ്രഭ ചൊരിയണം, മനമേ പാടി പാടി നമുക്ക് എന്ത് വേണം, അകതാർ നമ്മളെ ഉള്ളം ജ്വലിക്കണം. അപ്പോൾ നമ്മൾ വിജ്ഞാന ബാലദേവി കുട്ടി സൂര്യ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അതൊന്നുകൂടെ ചൊല്ലുക. കാരണം ഇതെന്നും ചൊല്ലണം. എന്താ ചൊല്ലുന്നത്, നമ്മുടെ ഉള്ളം പ്രകാശിക്കാൻ. അപ്പം പാടുക ഹരിനാമ മന്ത്രവും ഓങ്കാര മന്ത്രം ഇതൊക്കെ പാടി 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 സ്തുതിച്ച് വരുമ്പം ആണ് നമുക്ക് ആനന്ദത്തിൽ നമ്മൾ നൃത്തം ചെയ്യും. അത്രമാത്രം എണീറ്റ് നിന്ന് കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ നൃത്തം എനിക്കിപ്പം വയസ്സായതുകൊണ്ട് പറ്റത്തില്ല. ഞാനത് അങ്ങനെയാണ്, എൻ്റെ മനസ്സുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് പാടിപ്പാടി നമ്മുടെ മനം അങ്ങ് ആടുക മനമേ, പാടുക ആനന്ദാമൃതം നുകരുക മനമേ. എങ്ങനെ അത് സംഭവിക്കുന്നത്? ആനന്ദാമൃതം ഉള്ളിൽ വരണമെങ്കിൽ എപ്പോഴും സ്തുതിക്കണം. ഭഗവാനെ സ്തുതിച്ച് 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 ആനന്ദലഹരി നമ്മളിലേക്ക് വരുത്തണം. അതാണ്. പാടുക പാടുക ഹരിനാമ മന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം, പാടുക പാടുക ഹരിനാമ മന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം, പാടുക മനമേ ഹരിനാമ മന്ത്രം, മനമേ പാടുക ഓംകാരമന്ത്രം, പാടുക മനമേ ഹരിനാമ മന്ത്രം, മനമേ പാടുക ഓംകാരമന്ത്രം, പാടുക പാടുക ഹരിനാമ മന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം, ആടുക മനമേ പാടുക മനമേ, ആടുക മനമേ പാടുക മനമേ, ആനന്ദാമൃതം നുകരുക മനമേ, ആടുക മനമേ പാടുക മനമേ, ആനന്ദാമൃതം നുകരുക മനമേ, പാടുക പാടുക ഹരിനാമ മന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം, പാടുക പാടുക ഹരിനാമ മന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം, പാടുക മനമേ ഹരിനാമ മന്ത്രം, മനമേ പാടുക ഓംകാരമന്ത്രം, പാടുക മനമേ ഹരിനാമ മന്ത്രം, മനമേ പാടുക ഓംകാരമന്ത്രം, പാടുക മനമേ പാടുക മനമേ, ആടുക മനമേ പാടുക മനമേ, ആനന്ദാമൃതം നുകരുക മനമേ, പാടുക പാടുക ഹരിനാമ മന്ത്രം, പാടുക പാടുക ഓംകാരമന്ത്രം, മനമേ പാടുക അകതാർ ജ്വലിക്കട്ടെ, വിജ്ഞാന ബാലരവി ഉദിക്കട്ടെ, മനമേ പാടുക അകതാർ ജ്വലിക്കട്ടെ, വിജ്ഞാന ബാലരവി ഉദിക്കട്ടെ, അരുണകിരണാവലി ചിന്തിയൊഴുകി, അരുണകിരണാവലി ചിന്തിയൊഴുകി, അകമ്പുറം പ്രഭ ചൊരിയട്ടെ, അരുണകിരണാവലി ചിന്തിയൊഴുകി, അകമ്പുറം പ്രഭ ചൊരിയട്ടെ, പാടുക പാടുക ഹരിനാമ മന്ത്രം,
പാടുക പാടുക ഓങ്കാരമന്ത്രം, പാടുക പാടുക ഹരിനാമമന്ത്രം, പാടുക പാടുക ഓങ്കാരമന്ത്രം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി.